ഓക്കെ, ഈ കാണുന്ന രീതിയിൽ നിന്ന് ഈ രീതിയിലൂടെ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീഡിയോ ചേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ കറൻലി ഉള്ള സെറ്റപ്പ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ക്യാമറ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. ബട്ട് ആ രണ്ട് വീഡിയോയിൽ ഞാൻ സെയിം എൻ്റെ ഫോണിലെ ക്യാമറ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ട്രൈപോഡ്, സെയിം ക്യാമറ, സെയിം ബാക്ക്ഗ്രൗണ്ട്, സെയിം മൈക്ക്. ആകെ വ്യത്യാസം വന്നിരിക്കുന്നതാണ് ഈ കാണുന്ന രണ്ട് ലൈറ്റുകളാണ്. ആ കാണുന്ന RGBയും ഈ കാണുന്ന ലൈറ്റിലാണ് ഞാൻ ആകെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഒരു വീഡിയോയിൽ ലൈറ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്ത പോലെ സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ ബാക്കിയുള്ള പുറത്തു നിന്നുള്ള ലൈറ്റ് എല്ലാം ഒഴിവാക്കണം. മീൻസ് കർട്ടൻസ് ക്ലോസ് ചെയ്യണം, ഡോർ ക്ലോസ് ചെയ്യണം, റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യണം. മീൻസ് റൂം മൊത്തം ഡാർക്ക് ആയിരിക്കണം. ആകെ ഓൺ ആയിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റും ആ കാണുന്ന ലൈറ്റും മാത്രമേ റൂമിൽ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സംഭവം. ഇത് ഒരു റിംഗ് ലൈറ്റ് ആണ്. മൾട്ടിപ്പിൾ മോഡ് മീൻസ് പലതരം മോഡുകളും കാര്യങ്ങളും RGB മോഡുകളും അതുപോലെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിംഗ് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു RGB ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു റിംഗ് ലൈറ്റ് ആണ്. ഏകദേശം 2000 രൂപ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. ഇതിന് താഴെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ കാണാൻ പറ്റും 3 ഫോൺ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യം എനിക്കില്ല, ഒറ്റൊരു ഫോണിൻ്റെ ആവശ്യം എല്ലാവർക്കും വരാറുള്ളൂ. സോ ഒരു എക്സ്ട്രാ ഫീച്ചർ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. പിന്നെ കാണുന്നൊരു പോർട്ടബിൾ RGB ലൈറ്റ്. അതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ പലതരം മോഡുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരു പോർട്ടബിൾ റീചാർജബിൾ RGB ലൈറ്റ് ആണ്. ഇപ്പോൾ പവർ ബാങ്ക് കുത്തിയിട്ടേ ഉള്ളൂ. റീചാർജബിൾ ആണ്. മീൻസ് നമുക്ക് പവർ വേണമെന്നില്ല, ചാർജ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അകത്തും പലതരം മോഡുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എൻ്റെ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു പർപ്പിൾ കളർ ലൈറ്റ് ഇല്ലേ, മീൻസ് ആ ഒരു വാളിൽ കാണുന്ന ഒരു ലൈറ്റ്, അത് ഈ ഒരു പോർട്ടബിൾ ലൈറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പലതരം ലൈറ്റ് യൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നു പർപ്പിളാണ് കുറച്ചുകൂടി സിനിമാറ്റിക് ഫീൽ കിട്ടാൻ നല്ലത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ യൂസ് ചെയ്യാം, റെഡ് യൂസ് ചെയ്യാം, ഗ്രീൻ യൂസ് ചെയ്യാം. പലതരം ലൈറ്റിംഗ് മോഡുകൾ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു വാം കളർ ലൈറ്റാണ്. പ്യുവർ വൈറ്റ് അല്ല, വാം കളറാണ്. അതിലും ചെറിയ രീതിയിൽ ബ്രൈറ്റ്നെസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. കാരണം മുഖത്തോട് കൂടുതൽ എക്സ്പോഷർ ആയാൽ അത് വീഡിയോയുടെ ക്വാളിറ്റിയെ ബാധിക്കും. പിന്നെ ഫോൺ ഹോൾഡറായിട്ട് യൂസ് ചെയ്യുന്ന ഈ കാണുന്ന ട്രൈപോഡാണ്. ഇത് ഇത്ര നീളമല്ല കേട്ടോ, ഇത്രയൊക്കെ വരും. കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റൊക്കെ വെക്കാൻ പറ്റും. ഞാൻ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഈ ഒരു ഹൈറ്റിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു 5 മാസം അല്ല 6 മാസം ആവുന്നതേ ഉള്ളൂ. അതും യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വാം ലൈറ്റും അതും ചൂസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമല്ല, നിങ്ങൾ ക്യാമറയിൽ ഫോണിൻ്റെ ക്യാമറയിലും ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ISOയും ഷട്ടറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. അത് മാത്രമല്ല, ഇത് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു റിംഗ് ലൈറ്റ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെക്കരുത്. മീൻസ് നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ ഒരു 45 ഒരു ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒരു 45 ഡിഗ്രി ആംഗിളിൽ മാത്രമേ വെക്കാവുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ മുഖത്തിൻ്റെ സൈഡിലേക്ക് അടിച്ചൊരു സിനിമാറ്റിക് എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, പിന്നെ ആ ഒരു കാണുന്ന RGB ലൈറ്റ് അവിടെ വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടമെടുത്ത് വെക്കാം. ദാറ്റ് മീൻസ് വാളിലേക്ക് മീൻസ് ഭിത്തിയിലേക്ക് ആ ഒരു കളർ അടിക്കുന്ന രീതി. ഞാൻ ഇപ്പോൾ ടേബിളിൻ്റെ മണ്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ അല്ല സാധാരണ വെക്കാറ്. മീൻസ് ഇവിടെ എൻ്റെ ലാപ്ടോപ്പ് വരാറുണ്ട്. സോ ലാപ്ടോപ്പിൻ്റെ ബാക്കിലായിട്ടാണ് ഞാൻ ഇത് പ്ലേസ് ചെയ്യാറ്. ഇപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെന്നേ ഉള്ളൂ. സോ എന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടത്തുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയിം. സോ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നല്ലൊരു ക്യാമറ വേണം. ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫോണാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ക്യാമറ ആണ്, പക്ഷേ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റൂമിലെ ലൈറ്റിംഗ്. ഇപ്പോൾ എന്നെ പോലെ ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു റിംഗ് ലൈറ്റും ആ കാണുന്ന RGB. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സിനിമാറ്റിക് എഫക്റ്റ് ഉള്ള അല്ലെങ്കിൽ നല്ല വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ലപോലെ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതുപോലെ ലൈറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നെ പോലെ ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ലൈറ്റിംഗ് സെറ്റപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോഴത്തേക്കും ബൈ.